വൻകുടലിൽ ഉണ്ടാകുന്ന വ്രണങ്ങളെക്കുറിച്ചും വിദഗ്ധ ചികിത്സയെക്കുറിച്ചുമാണ് കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിയിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കട പറയുന്നത്. സ്വാഗതം ഡോക്ടർ റോയ് ജെ മുക്കട. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് വൻകുടലിൽ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അത് വൻകുടലിൽ വ്രണങ്ങളുണ്ടാകുന്ന അസുഖമാണ്. അതിന് നല്ല എക്സലൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അവൈലബിൾ. അത് ബ്ലീഡിംഗ് ആയിട്ടാണ് വരുന്നത്. ഏത് ഏജിനെയും യു ക്യാൻ ഗെറ്റ് ഇറ്റ്. സോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ വാ മുതൽ മലദ്വാരം വരെ അത് ഇൻവോൾവ് ചെയ്യാം. അത് ഡിഫറെൻറ്റ് ഫ്രം അൾസറേറ്റീവ് കൊളൈറ്റിസ്. കുറച്ചുകൂടെ അഗ്രസീവാണ്. കോംപ്ലിക്കേഷൻസ് ഒരുപോലെ കുറേ അധികം ഉണ്ടാവാം. അപ്പോൾ അതിനും ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഓൾ ട്രീറ്റ്മെൻറ്റ്സ് ആർ എക്സ്പെൻസീവ്. ഇപ്പോൾ ന്യൂ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഈ ഇഞ്ചെക്ഷൻസ് ബയോളജിക്കൽസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ക്രോൺസ് ആണെങ്കിൽ വി ഹാവ് ടു പ്രോപ്പർലി ട്രീറ്റ് ഇറ്റ്. എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതാണ് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മെഡിസിനാണ്. ചില ഈ ഇഞ്ചെക്ഷൻസും മെഡിസിൻസ് ആണ് ഓൾ എക്സ്പെൻസീവ്. അതിങ്ങനെ റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കണം. വി കാൺ സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് ദിസ് ഈസ് എ ഡിസീസ് വിച്ച് വി ക്യാൻ വെൽ കൺട്രോൾ. പക്ഷേ മെഡിസിൻ എടുത്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു കോംപ്ലിക്കേഷൻസ്. ഫിസ്റ്റുലസ് ഉണ്ടാവാം, അതുപോലെ ബ്ലോക്ക് ഉണ്ടാവാം, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ സർജറി തന്നെ വേണ്ടി വരും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.